എനിക്കിപ്പോൾ 32 വയസ്സ്, ഒരു 26, 27 വയസ്സായ ചിക്കന്മാരെ കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ അവരുടെ കല്യാണം കഴിക്കണതിൽ എന്താ പ്രശ്നം? അതിലും കുറച്ച് അസൂയ പിടിച്ച തള്ളമാര്, നമുക്കപ്പോൾ ഇവർ പറഞ്ഞ ഒഫൻസീവ് സ്റ്റേറ്റ്മെന്റ് കേട്ട് നോക്കാം. അതിപ്പോൾ നിങ്ങൾ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും കാണാം, ഏത് കല്യാണം കഴിയാത്ത ചെക്കന്മാർക്കും കാണാം കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ്. അങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചെക്കന്മാർ. എന്തിന് എൻ്റെ കസിൻസ് തന്നെ പറയുന്നുണ്ട് എന്നോട്, ഞങ്ങൾ കല്യാണം കഴിക്കണമെങ്കിൽ പ്രായമായ കുറച്ചാൾക്ക് ആന്റിമാരനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ആന്റിമാര് മതി, ആന്റിമാരുടെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. കുറച്ചവര് നാണം വരുന്നങ്ങൾക്ക് പ്രായം കുറഞ്ഞ ഒരാളെ കെട്ടണം, നിങ്ങൾ കെട്ടിക്കോ, എനിക്കിതാ ഇഷ്ടം ഞാനിങ്ങനെ കെട്ടും, അവനതാ ഇഷ്ടം ഞാനിങ്ങനെ കെട്ടും, കെട്ടിക്കോ. നിങ്ങളുടെ മുഖത്ത് പൂശിയ കരി മറയ്ക്കാനായിട്ട് ചുറ്റും നിൽക്കുന്ന എല്ലാവരുടെ മുഖത്തേക്ക് കരി പൂശുന്ന പരിപാടി ചെയ്യരുത്. ഇപ്പൊ സംഭവം അങ്ങനെയൊന്നല്ല. ഇപ്പൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ കറക്കാണ്, പിന്നെ എല്ലാം കഴിയും. ഇപ്പൊ ഏതൊരു പെൺകുട്ടിയും പെർഫെക്റ്റ് അല്ല, ഏതൊരു ആൺകുട്ടിയും പെർഫെക്റ്റ് അല്ല. എന്താണ് എല്ലാം കഴിയും എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് വരാം, നേരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഷാജിദ തന്നെയാണ്. ഇവരെക്കുറിച്ച് ചെയ്യണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർ സമ്മതിക്കത്തില്ല. വായി തോന്നി എന്തെങ്കിലും തോന്നിയ ദിവസമൊക്കെ വന്നിരുന്ന് വിളിച്ച് പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ ഇവരെ വീണ്ടും ഒന്നുകൂടെ റിയാക്ട് ചെയ്യാം എന്ന് ചിന്തിച്ചിട്ടില്ല. ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തെ കാരണം ഇവരുടെ ഫാൻസ് എന്ന് അവകാശപ്പെടുന്നവർ എന്നെ ഒന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുന്നുണ്ട്. മക്കളെ, നിങ്ങൾ ചീത്ത വിളിച്ചാൽ ഞാൻ വീട്ടിൽ ചെയ്യും, നിങ്ങൾ ഇനി ഈ വീഡിയോക്ക് ചീത്ത വിളിച്ചാൽ ഞാൻ പിന്നെ ചെയ്യും, എനിക്ക് വ്യൂ ഇല്ലെങ്കിലും ഞാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവർ പറഞ്ഞ പുതിയ സ്റ്റേറ്റ്മെൻറ്റുകളിലേക്ക് കിടക്കാം. ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ അക്കൗണ്ടിലെല്ലാം ഇവരുടെ ഫോൺ നമ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ പലരും വിളിച്ച് സംസാരിക്കും. ഫോൺ നമ്പർ കാണുമ്പോൾ ഇവരെ ഇഷ്ടപ്പെടുന്ന, ഇവരോട് താല്പര്യമുള്ള അല്ലെങ്കിൽ ഇവരെ എതിർപ്പുള്ളവരൊക്കെ വിളിച്ച് സംസാരിക്കും. അങ്ങനെ വിളിച്ച് സംസാരിച്ച ഇവരുടെ ഒരു ഫാനിനെ കുറിച്ച് മാഡത്തിൻ്റെ അഭിപ്രായം നമുക്കൊന്ന് കേട്ട് നോക്കാം. എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര മോശം ക്യാരക്ടറാണ്, മോശം ക്യാരക്ടർ. അവരെന്നോട് ചോദിക്കണം, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ, ചെറിയ ചെക്കനെ കല്യാണം കഴിക്കാൻ കിട്ടുള്ളൂ, നിനക്ക് എന്താ കുറച്ച് പ്രായമായ കല്യാണം കഴിക്കുക? ഞാൻ പറയട്ടെ, ഞാൻ വയസ്സായ ആൾക്കാരെ കല്യാണം കഴിക്കണം എന്താ അത്ര നിർബന്ധം? നിങ്ങൾ ആരെയോ കെട്ട്, അത് പ്രശ്നമേ അല്ല. ഇതൊന്നും എൻ്റെ വിഷയമല്ല കേട്ടോ. ഇത് പ്രായമായവരെ കെട്ടിയോ പ്രായം കുറഞ്ഞവരെ കെട്ടുവോ കെട്ടാതിരിക്കുവോ എന്തോ, ദാറ്റ്സ് നൺ ഓഫ് അവർ ബിസിനസ്. പക്ഷെ ഇവർ പറഞ്ഞതിലെ കുറച്ച് പ്രശ്നങ്ങളാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അവർ പറയട്ടെ, ഞാൻ ചെറിയ ചെക്കനെ കെട്ടിയാൽ എന്താ എനിക്ക് പറ്റില്ലേ? എനിക്കിപ്പോൾ 32 വയസ്സ്, ഒരു 26, 27 വയസ്സായ ചിക്കന്മാരെ കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ അവരുടെ കല്യാണം കഴിക്കണതിൽ എന്താ പ്രശ്നം? അതിലും കുറച്ച് അസൂയ പിടിച്ച തള്ളമാർ വിളിച്ചിട്ട് എന്നോട് പറയാം, ഞാൻ പറയട്ടെ, ഏത് യൂട്യൂബേഴ്സിനാണ് നിങ്ങളെ വിളിച്ചിട്ട് നേരിട്ട് സംസാരിക്കല്? ഏത് യൂട്യൂബേഴ്സിന്റെ കാര്യങ്ങളാണ് നിങ്ങളെ വിശദീകരിച്ചിട്ട് ഫോണിൽ വിളിച്ച് ചോദിക്കല്? ഞാനൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോൺ കോള്, എന്താ പറയുക, ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ആവശ്യം ഞാൻ പറഞ്ഞിട്ടെ, ഗൂഗിൾ പേയിലൂടെ പൈസ തരാൻ. ആൾക്കാരെല്ലാം അങ്ങനെ സഹായിക്കണം, പക്ഷെ നിങ്ങളോട് സ്നേഹമുള്ളവരോ എതിർപ്പുള്ളവരോ വിളിച്ച് സംസാരിക്കരുതല്ലേ. നിങ്ങളെ ഒരാൾ വിളിക്കാൻ പാടില്ല എന്ന പക്ഷം നിങ്ങൾ ഫോൺ നമ്പർ പബ്ലിഷ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഫോൺ നമ്പർ പബ്ലിഷ് ചെയ്തിട്ട് അവരെന്നെ വിളിച്ച് സംസാരിച്ചു എന്ന് പറയുന്നില്ല. എന്താ അർത്ഥമെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങളെ ആരും വിളിക്കില്ല, നിങ്ങൾ പറയുന്ന എല്ലാവരും കേട്ടോണം, എന്നിട്ട് നിങ്ങൾക്ക് പൈസ ഇട്ട് തന്നോണം എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് വലിയ ഇതൊന്നുമില്ല. നിങ്ങൾ പ്രായമായവരെയോ പ്രായം കുറഞ്ഞവരെയോ പ്രായമില്ലാത്തവരെയോ ആരെ വേണമെങ്കിലും കെട്ടിക്കോ. നിങ്ങളുടെ ജീവിതം നിങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോയാൽ മതി. അതിലൊന്നും നമുക്കൊരു വിരോധമില്ല. അവരെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വിളിച്ച് സംസാരിച്ചു, ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നത്, വിളിച്ച് സംസാരിച്ചു, അല്ലെങ്കിൽ എതിർപ്പുള്ള ഒരാളാകട്ടെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. ഇച്ചിരി പ്രായമായ ഒരാളെ ആ തള്ളമാര് എന്നൊക്കെയാണോ അഭിസംബോധന ചെയ്യേണ്ടത്? ഇവരെയാണ് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് അണ്ണന്മാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇവർ പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രധാനമായും പ്രേരിപ്പിച്ചത്. ഇവരുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ളവരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇവരെ എതിർക്കുന്നവരും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സകല പുരുഷന്മാരെയും സ്ത്രീകളെയും കുറിച്ചിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. മറ്റു ചില വിഭാഗക്കാരുണ്ട്, അവരെക്കുറിച്ച് ഇവർ സംസാരിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അതിൽ തൊടുന്നില്ല. നമുക്കപ്പോൾ ഇവർ പറഞ്ഞ ഒഫൻസീവ് സ്റ്റേറ്റ്മെന്റ് കേട്ട് നോക്കാം. ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലത്ത് ചെക്കന്മാർക്ക് ചെറിയ പെൺകുട്ടികളല്ല വേണ്ടത്. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നേ? ചെക്കന്മാർക്ക് അങ്ങനത്തെ പെൺകുട്ടികളല്ല വേണ്ടെന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയൂ, പൊതുവായിട്ടുള്ള കാര്യം പറയാതെ. അതിപ്പോൾ നിങ്ങൾ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും കാണാം, ഏത് കല്യാണം കഴിയാത്ത ചെക്കന്മാർക്കും കാണാം കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ്. അതങ്ങനെ ഏത് കല്യാണം കഴിയാത്ത ചെക്കന്മാർക്കും കല്യാണം കഴിഞ്ഞൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന നിങ്ങൾ ഇത്ര അടിസ്ഥാനമായിട്ട് പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലേ പറയാൻ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ട എക്സ്പീരിയൻസ് അല്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റൂ? ലോകത്തുള്ള എല്ലാവരും കൂടെ നിങ്ങൾ എങ്ങനെ ചേർത്ത് അങ്ങനെ പറയാൻ നിങ്ങൾക്ക് സാധിക്കുക? ഓരോ ആൾക്കാർ ഓരോ പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും.
100% ഞാൻ പറയുന്നത് സത്യമാണ്. കാരണം അങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചെക്കന്മാർ. ഇവരുടെ വീഡിയോ കണ്ട്, ഇവരുടെ സൗന്ദര്യം കണ്ട്, ഇവരുടെ കോണ്ടന്റുകൾ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ള കല്യാണം കഴിഞ്ഞതും കഴിയാത്തതുമായ സകല പുരുഷന്മാരുമേ നോട്ട് ദിസ് പോയിന്റ്. എന്നെ ചീത്ത വിളിച്ചവരെ നിങ്ങൾക്കുള്ളതാണിത്. എന്തിനാണ് ഇവരെ വിമർശിക്കുന്നതെന്ന് ചോദിച്ച് എനിക്ക് കുറേ കമൻറ്റ് എന്നെ കുറേ തെറി വിളിച്ചില്ലേ? നിങ്ങൾക്കുള്ള റിപ്ലൈ ആണിത്. നിങ്ങളെയാണ് ഈ പറയുന്നത്. ഞാൻ ഏതായാലും ഇമാതിരി റിലേഷൻഷിപ്പിലൊന്നുമില്ല. എന്തിന് എൻ്റെ കസിൻസ് തന്നെ പറയുന്നുണ്ട് എന്നോട്, ഞങ്ങൾ കല്യാണം കഴിക്കണമെങ്കിൽ പ്രായമായ കുറച്ചാൾക്ക് ആൻറ്റിമാരനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ആൻറ്റിമാർ മതി, ആൻറ്റിമാരുടെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. കുറച്ചവർ അങ്ങ് നാണം വരുന്നങ്ങ്. നിങ്ങളെക്കുറിച്ച് പറഞ്ഞോളൂ, പ്രശ്നമില്ല. നിങ്ങളുടെ കുടുംബക്കാരെക്കുറിച്ച് പറഞ്ഞോളൂ, പ്രശ്നമില്ല. നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾ കണ്ടിട്ടുള്ള, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ കണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ കേട്ട കാര്യങ്ങൾ പറഞ്ഞോളൂ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ എന്തിനാണ് എല്ലാവരും ഇങ്ങനെയാണെന്ന് പറയുന്നത്? പക്ഷേ ഈ സാധനം ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ ഇൻ്റലിജൻ്റ് ആയിട്ട് ഇത് റിയാക്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഇട്ടാണ്. കാരണം കമൻറ്റ് ബോക്സ് ഓഫാണ്. ഇവർക്കറിയാം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി കിട്ടും, ഇത് ട്രിഗറിങ് പോയിന്റ്, നമ്മുടെ പ്രശ്നേഷ് പറയുന്നല്ലേ ട്രിഗറിങ് മെക്കാനിസമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എല്ലാം ബാക്കിയും കൂടെ കാണാം, കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ. ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളുടെ, പക്ഷെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ഈ ചെറിയ പെൺകുട്ടികളും മോശമൊന്നുമല്ല. ഓൺ ദ ഫ്ലോർ ദ പെൺകുട്ടികൾ പ്ലീസ്, നിങ്ങൾക്കുള്ളതാണിത്, കേട്ടോളൂ. നിങ്ങളെയും പറഞ്ഞിട്ടുണ്ട്. ഇനി പുരുഷന്മാർക്ക് മാത്രം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രശ്നം വേണ്ട. സ്ത്രീകളെ, പെൺകുട്ടികളെ കേട്ടോളൂ, ഫാൻസ് കേട്ടോളൂ. അതിൽ ഇത്ര പെർഫെക്റ്റ് നമ്മൾ 92-ലെ പെൺകുട്ടികളെ എന്താ പറയുക പേടിച്ച് വരച്ച് വീട്ടുകാരുടെ സമ്മതത്തിൽ കല്യാണം കഴിച്ച പോലെ നല്ല ഇപ്പോഴത്തെ പെൺകുട്ടികളും. പണ്ടത്തെ കാലത്തിലെ പെൺകുട്ടികൾ, ഈ കുട്ടിയുടെ കാലത്തിലെ പെൺകുട്ടികളെല്ലാം സൽസ്വഭാവികളും സൽഗുണ സമ്പന്നരുമാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം എന്നാണ് പറയണത്. എനിക്കറിയത്തില്ല. പെൺകുട്ടികളെ നിങ്ങൾ കമന്റ് ഇട്ടോളൂ. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. അവരും പ്രായമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്, അല്ലാത്തവരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടത്തിന് നമ്മളൊക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക പഠിക്കുന്ന, നിങ്ങൾക്ക് പ്രായം കുറഞ്ഞൊരാളെ കെട്ടണം, നിങ്ങൾ കെട്ടിക്കോ. എനിക്കിതാ ഇഷ്ടം, ഞാനിങ്ങനെ കെട്ടും. അവനതാ ഇഷ്ടം, ഞാനങ്ങനെ കെട്ടും. കെട്ടിക്കോ. നിങ്ങളുടെ മുഖത്ത് പൂശിയ കരി മറയ്ക്കാനായിട്ട് ചുറ്റും നിൽക്കുന്ന എല്ലാവരുടെയും മുഖത്തേക്ക് കരി പൂശുന്ന പരിപാടി ചെയ്യരുത്. ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെയാണ്, നിങ്ങൾ കെട്ടിക്കോളൂ. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ആസ്വദിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിച്ചോളൂ, ഒരു പ്രശ്നമില്ല. ബാക്കിയുള്ളവരുടെ നിങ്ങളുടെ മുഖത്തേക്ക് കരി ഇരിക്കുന്നു പറഞ്ഞാൽ അതെടുത്ത് ബാക്കിയുള്ളവരുടെ മുഖത്തോട്ട് തേക്കാൻ നിൽക്കരുത്. ഇനിയും അടിപൊളി സാധനങ്ങൾ പറയുന്നുണ്ട്, കേൾക്കാം. ടൈമിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നേഹബന്ധം ആരെങ്കിലും നമ്മളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇത്ര ഡിഫറൻറ്റ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരാണ്. അവരവിടെ ഉണ്ടാവും, നമ്മളിവിടെ ഉണ്ടാവും. ആണോ കുഞ്ഞേ? എന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു കാലത്തിലായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. 1947 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു പുരാതന പുണ്യ ദിവ്യ സ്ത്രീയെ കുറിച്ചിട്ടാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ആധുനിക കാലത്തിൽ ജീവിക്കുന്ന പുണ്യമല്ലാത്ത സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ സംഭവം അങ്ങനെയൊന്നല്ല. ഇപ്പൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ കറക്കാണ്, പിന്നെ എല്ലാം കഴിയും. ഇപ്പൊ ഏതൊരു പെൺകുട്ടിയും പെർഫെക്റ്റ് അല്ല, ഏതൊരു ആൺകുട്ടിയും പെർഫെക്റ്റ് അല്ല. എന്താണ് എല്ലാം കഴിയും എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? ഏതാ നിങ്ങൾ മറ്റേ റംലയുടെ മോളെ പറഞ്ഞ പോലെ, നിങ്ങളെ റംല പറഞ്ഞ പോലെ, അതാണ് ഈ എല്ലാം കഴിയും എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? നിങ്ങൾ എന്തിനീ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇതിനകത്ത് വന്നിരുന്ന് വിളമ്പാൻ നിൽക്കുന്നേ? ഇല്ല, ആരും പെർഫെക്റ്റ് അല്ല. നിങ്ങൾ പെർഫെക്റ്റ് അല്ല, നിങ്ങൾ കാണുന്നവർ പെർഫെക്റ്റ് അല്ല, നിങ്ങളുടെ ചുറ്റുമുള്ള സമൂഹം പെർഫെക്റ്റ് അല്ലെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ കാണുന്ന ആരും പെർഫെക്റ്റ് അല്ലെന്ന് പറഞ്ഞു. ഈ ആരും പെർഫെക്റ്റ് അല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ആരാ അവകാശം തന്നത്? പിന്നെ ഇപ്പൊ പറയാ, ഇപ്പൊ വളർന്നു വരുന്ന 7ാം ക്ലാസ് 6ാം ക്ലാസ് നമ്മളൊക്കെ വന്ന് കുറച്ചും കൂടി മെച്ചൂറായിട്ട് 8, 9 ആയിരിക്കും ചിലപ്പോൾ നമ്മളുടെ എന്താ പറയുക ഫസ്റ്റ് ലവ്. ഇതൊക്കെ ആർക്കും ലവ് ഇല്ലാത്ത ആൾക്കാരൊന്നും ഇല്ല. ആർക്കും ലവ് ഇല്ലാത്ത ആൾക്കാരൊന്നും ഇല്ല. ഒരു ലവ് ഒന്നും ആയിരിക്കത്തില്ല, 2, 3 ലവ് ഒക്കെ എല്ലാവർക്കും കാണും. അതൊക്കെ ഓക്കെയാണ്, അതെല്ലാം സമ്മതിച്ചു. പക്ഷേ എല്ലാവരും ഈ ആൻറ്റിമാരെയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീകൾക്കെല്ലാം പ്രായം കുറഞ്ഞവരെയാണ് ഇഷ്ടം എന്നൊക്കെ വായി തോന്നുന്ന സാധനങ്ങളെല്ലാം വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വിളമ്പാൻ നിൽക്കരുത്. ഇത് മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ. ഈ കുട്ടിയെ ഇഷ്ടപ്പെടുന്ന, ഈ കുട്ടിയുടെ ഫാൻസ് എന്ന് അവകാശപ്പെടുന്നവർ ഈ വീഡിയോ തീർച്ചയായും കാണണം. അവരുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇനി ഇതിൻ്റെ മുന്നോട്ട് തുടർഭാഗങ്ങളിൽ ഇവർ സംസാരിക്കുന്നത് അവരുടെ അമ്മ തൊഴിലുറപ്പിന് പോയി അമ്മയെ തൊഴിലിന് വിട്ട് ഞാൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞവരോട് ഞാൻ പറയുന്ന മറുപടി ഇതാണ്: അമ്മയോട് ജോലിക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മ എനിക്ക് 5 നയ പൈസ തന്നിട്ടില്ല. ഞാൻ അങ്ങോട്ട് കൊടുത്തുള്ളൂ. മൂത്ത സഹോദരങ്ങൾക്കൊക്കെ കൊടുക്കും, മറ്റ് സഹോദരങ്ങൾക്കൊക്കെ കൊടുക്കും. എനിക്ക് അമ്മ ഒന്നും തന്നിട്ടില്ല. ഞാനാണ് അമ്മയ്ക്ക് 9 മാസം കൊണ്ട് റീചാർജ് ചെയ്ത് കൊടുത്തത്. ഞാനാണ് അമ്മയെ നോക്കുന്നത്. ഞാനാണ് ഇക്ക ഉള്ളപ്പോഴും ഇക്ക ഇല്ലാത്തപ്പോഴും ഇക്കയ്ക്ക് മുമ്പൊക്കെ ചിലവെടുത്തോണ്ടിരുന്നത്. അമ്മയ്ക്ക് ഞാനാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അമ്മ എനിക്ക് ഒരു പൈസ തന്നിട്ടില്ല. അമ്മ അങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം അമ്മയെക്കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. നിങ്ങൾ ഓർക്കണം. നിങ്ങളെ അന്ധമായി വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അമ്മയെക്കുറിച്ച് വായി തോന്നുന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ അമ്മ
ആരെങ്കിലും കാണുമ്പോഴത്തേനും ഈ ആളുകൾ എങ്ങനെയായിരിക്കും അവർ നോക്കി കാണുന്നത്? ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഈ എല്ലാ പുരുഷന്മാർക്കും എല്ലാ സ്ത്രീകൾക്കും, പുരുഷന്മാർക്ക് പ്രായത്തിൽ കുറഞ്ഞ സ്ത്രീകളെയാണ് അല്ല കൂടിയ സ്ത്രീകളെയാണ് ഇഷ്ടം, സ്ത്രീകൾക്ക് പ്രായത്തിൽ കുറഞ്ഞ പുരുഷന്മാരെയാണ് ഇഷ്ടമെന്ന് നിങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നായിരിക്കാം നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ മക്കൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളും ഇതേ ഗണത്തിൽ പെടുന്നതാണെന്ന് നിങ്ങൾ സമ്മതിച്ചിരുന്നുണ്ടോ? കാരണം നിങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സകല പുരുഷന്മാരെയും സകല സ്ത്രീകളെയും ജനറലൈസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം നിങ്ങളുടെ മക്കളും ഇത്തരക്കാരാണ് എന്ന് നമ്മൾ അവകാശപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോടുള്ള അഭിപ്രായം എന്താണ്? അപ്പം നിങ്ങൾ ഇനി അത് തിരിച്ചു പറയും. മറ്റേ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നല്ലോ, അവൾ പറയുന്നതൊക്കെ കഥ, സോഷ്യൽ മീഡിയയിൽ അഭിനയം, ഞാൻ പറയുന്നത് വെട്ടി തുറന്ന് പറയുന്ന സത്യം. ആ സെറ്റപ്പായിരിക്കും അവർ ഇവിടെ ഇറക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ കമൻറ്റ് ബോക്സ് എല്ലാം ഓഫാണ്. ബേസിക്കലി അവർക്കറിയാം ചീത്തകൾ കിട്ടുമെന്ന്. അല്ലെങ്കിൽ അവർക്ക് ഇത്രയും നാൾ പോസിറ്റീവായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന, മര്യാദയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നിടത്ത് വന്നിരുന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ പറഞ്ഞ പിച്ചയ്ക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോയിൽ ഈ പിച്ചയുടെ കേസ് പറയുന്നുണ്ട് കേട്ടോ. ഇവർക്ക് അതിനോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആ ഒരു കാറ്റഗറി അപമാനിച്ചല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒക്കെ ഒരു ഇവരുടെ ഒത്തിരി ആളുകൾ കമൻറ്റ് പറയുന്നുണ്ട് നിങ്ങൾക്ക് അഹങ്കാരമായെന്ന്. മാഡം, നിങ്ങൾക്ക് അഹങ്കാരമായി, അതൊരു യാഥാർത്ഥ്യം മാത്രമാണ്. നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം, നിങ്ങൾക്ക് അഹങ്കാരമായി. നിങ്ങൾ ഇതിനകത്ത് തന്നെ ഈ വീഡിയോ തന്നെ ഇവർ പറയുന്നുണ്ട് എല്ലാ നാളും യൂട്യൂബിൽ നിൽക്കാൻ പറ്റില്ല, നിൽക്കുന്നിടത്തോളം നാൾ വീഡിയോ ഇടണം. അത് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. ഇവരിപ്പോൾ ട്രെൻഡിങ് ആണെന്ന് ഇവർക്കറിയാം. സോ അവർ ട്രെൻഡിങ് നിൽക്കുന്ന സമയത്ത് കൂടുതൽ സാധനങ്ങൾ വിട്ട് ബേസിക്കലി എന്താടേ ഇവർ വീഡിയോ ഇടുന്നു, കുറേ പേർ റിയാക്ട് ചെയ്യുന്നു, ഇച്ചിരി പോപ്പുലർ ആയിട്ടുള്ള ആളുകൾ റിയാക്ട് ചെയ്യുന്നു, നമ്മളെപ്പോലെ അത്രയും പോപ്പുലർ അല്ലാത്ത ആളുകൾ റിയാക്ട് ചെയ്യുന്നു, പോപ്പുലറേ അല്ലാത്ത നമ്മളെപ്പോലത്തെ ആളുകൾ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കൂടുതൽ വ്യൂവേഴ്സ് വരും, കൂടുതൽ ഇൻകം അവർക്കുണ്ടാകും, കൂടുതൽ ഇത് കിട്ടും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇവർ നമ്മുടെ പ്രശ്നേഷനെ പോലെ ട്രിഗറിങ് മെക്കാനിസമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രിഗറിങ് മെക്കാനിസം യൂസ് ചെയ്ത് പ്രശ്നേഷൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പുള്ളിയുടെ ക്ലീൻ കണ്ടന്റുകളാണ്. പട്ടിക്ക് ഫുഡ് കൊടുക്കുന്നു, ക്ലീൻ ചെയ്ത് വേസ്റ്റെല്ലാം എടുക്കുന്നു, അതാണ് പുള്ളിയുടെ ഇപ്പോൾ കണ്ടന്റ്. നിങ്ങൾ ഇപ്പോൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങളെ ഏറി കയറ്റും. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് സംസാരിക്കുന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. ഞാൻ എവിടെ എന്നും വെട്ടി തുറന്ന് പറയും എന്ന് പറയുന്നത് തെറ്റാണ്. ഓരോരുത്തർക്കും അതാത് കാര്യങ്ങൾ സംസാരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതനുസരിച്ചിട്ടേ നമ്മൾ ഓരോ സ്ഥലത്തും ഓരോന്ന് സംസാരിക്കാൻ പാടുള്ളൂ. ഇതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡെങ്കിൽ നിങ്ങൾ അധികം താമസിക്കാതെ എയറിൽ നിന്നും ബഹിരാകാശത്തേക്ക് പോയി അവിടെ നിന്ന് സ്വർഗം വരെ പോയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരും. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ വലിയ പ്രമുഖരുടെ വീഡിയോ കണ്ടിട്ടുണ്ടോ? എൻ്റെ വീഡിയോ ഒന്നും എത്തുമെന്ന് തോന്നുന്നില്ല. എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജ് ഉപയോഗിക്കുക, നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുക. നിങ്ങൾ കൂടുതലും ഒഫൻസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നല്ല രീതിക്ക് മുന്നോട്ട് പോകുക. സബ്സ്ക്രൈബേഴ്സിനെ ബേസിക്കലി മാനിക്കുക. അവർ നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട വില കൊടുക്കുക. മുന്നോട്ട് പോവുക. അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക, സഭ്യമായ ഭാഷയിൽ മാത്രം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.